ഏത് കേസിനെ ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ളത്? സുരേഷ് ഗോപി കോടതി ഹാജരായില്ലേ? ഈ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയത്തിൽ ഒരു കേന്ദ്രമന്ത്രി, കേരളത്തിലുള്ള ഒരു കേന്ദ്രമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആവശ്യമില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി പ്രതികരിക്കേണ്ടതില്ല? സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡിൽ പോയി അവരെ ഇറക്കി കൊണ്ടുവന്നു. പിന്നെ സുരേഷ് ഗോപി അരമനകളൊക്കെ സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ആ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കേണ്ടതാണ്. അതിരൂപതയ്ക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കുഴപ്പമുണ്ടാകാതെ 2029 മാത്രമല്ല 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും. വലിയ ഭൂരിപക്ഷത്തിൽ 2029 ഉണ്ടാവും. 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും. ഇനിയും ജയിക്കും. കുറുനാലികൾ ഓലിയിടുക. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ. അപ്പൊ എനിക്കറിയാം എന്താണ് നടന്നത്, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം എങ്ങനെയായിരുന്നു, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പാർട്ടി ചെയ്തത്, ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടിയുണ്ട്. നിങ്ങൾ ദയവായി ബഹളം വയ്ക്കാതിരിക്കുക. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വർഷത്തിൽ 3 തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ അത് 1 വർഷമായിരുന്നു. 6 മാസത്തിൽ കൂടുതൽ സ്ഥിരതാമസമുള്ള ഒരു സ്ഥലത്ത് ഏതൊരു പൗരനും, ഇന്ത്യയിലെ ഏതൊരു പൗരനും അവിടെ വോട്ട് ചേർക്കാവുന്നതാണ്. അങ്ങനെ വോട്ട് ചേർത്തവരെ കാണിച്ച് നിങ്ങൾ ഏതാനും ചില വോട്ടുകൾ, ഈ ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഏതാനും ചില വോട്ടുകൾ തൃശ്ശൂരിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ 6 മാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ താമസമാക്കിയ ഏതാനും വിരലിലെണ്ണാവുന്ന, ഞാൻ എല്ലാവരും എതിരാളികളെ മുഴുവൻ ചാലഞ്ച് ചെയ്യാം, വിരലിലെണ്ണാവുന്ന ഏതാനും വോട്ടുകൾ വെച്ചാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDF-ഉം LDF-ഉം ഇതുപോലെ കോൺഗ്രസിലെ MLA മാർക്കും MP മാർക്കും CPM-ലെ MLA മാർക്കും MP മാർക്കും ഒക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ 2 വർഷമായി തെരഞ്ഞെടുപ്പിന് മുമ്പ്, പ്രത്യേകിച്ച് 1 വർഷം സമ്പൂർണ്ണമായിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയാണ് ഇത് ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് UDF-ഉം LDF-ഉം പറഞ്ഞത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു. 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് 60,000 വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, എടോ 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. 60,000 കള്ള വോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്.
ഞാൻ പറഞ്ഞ ചോദ്യമല്ല. ഇവിടെ എവിടെയാണ് അല്ല അദ്ദേഹം പറയേണ്ട ആവശ്യമില്ല. ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല, ഞങ്ങളാണ്. പ്രവർത്തനത്തിന് വേണ്ടി വന്ന വോട്ടർമാർ 6 മാസമായിട്ടുണ്ട്. ഒരു വീട്ടമ്മ പറയുന്നു തന്റെ പേരിൽ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഇന്ന് കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ബൂത്തിൽ ഒരു സന്യാസി മഠത്തിലെ 50 പേർ ഒരേ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു. ഒരു വലിയ നേതാവ് ഇവിടുത്തെ തൃശ്ശൂരിൽ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവ്, നേരത്തെ MLA ആയിട്ടുള്ള ഒരാൾ, KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം പറയാണ് നരേന്ദ്രമോദിയുടെ ഒരു ബൂത്തിൽ ഒരു സന്യാസി മഠത്തിൽ 50 വോട്ടുകൾ ഒരേ പേര് കണ്ടില്ല. എനിക്ക് ഏത് ലോകത്താണ് പറയാൻ സമ്മതിക്കും? കന്യാസ്ത്രീ മഠങ്ങളിലും കന്യാസ്ത്രീ മഠങ്ങളിലും ആശ്രമങ്ങളിലും എല്ലാം 100 വോട്ടും 50 വോട്ടും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചേർക്കുന്നുണ്ട്. നിങ്ങള് ശാന്തിഗിരി പോയാൽ നിങ്ങൾക്കറിയാം, അമൃതാനന്ദമായി പോയാൽ അറിയാം, തൃശ്ശൂർ ബിഷപ്പ് ഹൗസിന്റെ കീഴിലുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ പോയാൽ നിങ്ങൾക്കറിയാം. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇവിടെ ഉണ്ട്. വീട്ടമ്മയെ കൊണ്ട് ഇപ്പൊ ആർക്കും ഇവിടെ എന്തുകൊണ്ട് ബീഹാറിൽ മരിച്ചുപോയി എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് സുപ്രീം കോടതി ഇവിടെ ജയിലിലുണ്ടായിരുന്നു. എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ ആൾക്കാരായിരുന്നു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സർക്കാരിന്റെ ആൾക്കാരാണ്, പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ്. അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ആൾക്കാര് ഇപ്പൊ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്താണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്കെതിരെ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, കേന്ദ്രമന്ത്രി ഡ്രൈവർക്കെതിരെ ഗുരുതര ആരോപണം ആവശ്യമില്ലെന്നേ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. ഞാന് 89 വോട്ടിന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ്. 89 വോട്ടിന് മാത്രം. അന്ന് 6000 കള്ള വോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ കോടതിയിൽ പോയി ബഹളമൊന്നും ഞാൻ വെച്ചില്ല. അതിൽ 80 പേര് ഞാൻ പ്രൂവ് ചെയ്തു. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി, എന്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി. ഞാൻ കേസ് വിഡ്രോ ചെയ്തു. എടോ, ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ, ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് പോകാം. സുരേഷ് ഗോപി പറയേണ്ട ആവശ്യമില്ലെന്ന് ഒരു ആവശ്യമില്ല. പാർട്ടിയാണ് പറയേണ്ടത്. കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. MP-മാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ്. 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു. കോടതി ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ കരിയോല ഒഴിച്ചത്, നിങ്ങളിപ്പോ കൈരളിയുടെ ആൾക്കാർ വന്ന് കരിയോല ഒഴിച്ചല്ലോ. ഞങ്ങൾക്ക് കരിയോല ഒഴിക്കണമെങ്കിൽ കേരളത്തിലെ 140 MLA-മാരുടെ ഓഫീസിലും കരിയോല ഒഴിക്കാം. കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങളുടെയും 9 രാജ്യസഭാ അംഗങ്ങളുടെയും ഓഫീസിലും കരിയോലൊഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത് കരിയോലൊഴിച്ച് BJP-യെ തകർക്കാം, സുരേഷ് ഗോപിയെ തകർക്കാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം ഇന്നലെ ഉണ്ടായി. ഒരു ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പുറകിൽ നടിക്കുകയാണ്. നിങ്ങൾക്ക് അതൊരു വാർത്തയല്ല. നിങ്ങൾ ഈ UDF-ന്റെയും LDF-ന്റെയും പ്രചാരണങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത്? അല്ല, വാർത്ത കൊടുത്തതിന്റെ അതല്ല, വാർത്ത വന്നു, അത് ലൈവ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു വലിയ മനുഷ്യാവകാശ